നമസ്കാരം. ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടികൂടി. അഭിനേത്രി ഹണി റോസ് നൽകിയ പരാതിയിലാണ് നടപടി. ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി വയനാട്ടിൽ വെച്ച് വാഹനം തടഞ്ഞ് നാടകീയമായാണ് ബോബിയെ പോലീസ് പിടികൂടിയത്. ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ശ്രീമതി മാലാ പാർവതി അഭിനേത്രി, ശ്രീമതി ചിന്താ ജെറോം CPIM, ശ്രീമതി വീണ നായർ കോൺഗ്രസ്, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ദിനു വെയിൽ, ഒപ്പം ശ്രീമതി മാളവിക ബിന്നി എന്നിവരാണ് പങ്കെടുക്കുക. ഒപ്പം ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനനുസരിച്ചുള്ള വിവരങ്ങളും ഈ സമയം പ്രേക്ഷകരെ അറിയിക്കാം. ആദ്യം ശ്രീമതി വീണ നായർ, ബോബി ചെമ്മണ്ണൂർ ഒരു അശ്ലീല കമന്റ് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, നിരന്തരമായി കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായി തൻ്റെ പെർവേർഷനിൽ അഭിരമിക്കുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. അത് തുറന്ന്, ആ പണത്തിൻ്റെ ഹുങ്ക് കൊണ്ടുകൂടിയാകാം, അത് തുറന്ന് പ്രകടിപ്പിക്കാറുണ്ട്. അതിലെ ഒരു ഇര മാത്രമാണ് ഹണി റോസ് എന്ന ചലച്ചിത്ര അഭിനേത്രി. ഇന്നിപ്പോൾ പോലീസ് വളരെ കൃത്യമായ ആക്ഷൻ, പഴുതടച്ച ആക്ഷൻ നടപ്പാക്കുമ്പോൾ ഒരു പരാതി വരുന്നു, അതിൽ നടപടി ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ മുന്നറിയിപ്പും സന്ദേശവുമായി മാറുമോ? കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ആശ്വസിക്കാവുന്ന ഒരു ദിവസമാണോ ഇത്? സത്യത്തിൽ ആദ്യം തന്നെ ഹണി റോസിനെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹണി റോസിനെ ഒരു ഭാഗത്ത് അഭിനന്ദിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസം പരാതി ലഭിച്ച ഉടനെ തന്നെ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കാൻ സാധിച്ചു. അദ്ദേഹത്തോട് വിഷമങ്ങൾ തുറന്നു പറഞ്ഞു. നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് കേൾക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ അതിസാഹസികമായിട്ട് ഇന്ന് രാവിലെ തന്നെ രഹസ്യമായ ഒരു ഓപ്പറേഷനിലൂടെ അറസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഇത് ഒരു ഭാഗത്ത് തീർച്ചയായും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചെയ്തൊരു കാര്യത്തെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ തന്നെ ഇതിനു മുമ്പ് എത്രയോ കേസുകളിൽ നമുക്കറിയാം ശ്രീ വിജയബാബു അടക്കമുള്ള സെലിബ്രിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളിൽ പലർക്കും രാജ്യം വിട്ടു പോകാനുള്ള സാവകാശം വരെ നമ്മുടെ പോലീസ് നൽകുന്നത് നിസ്സഹായതയോടുകൂടി കേരളത്തിലെ സ്ത്രീ സമൂഹം നോക്കിയിരുന്നവരാണ്. ആ കേസുകളിലൊക്കെ തന്നെ ഇപ്പം ഹേമ കമ്മിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പേരുകൾ ഉയർന്നു വന്നപ്പോൾ അവരുടെയൊക്കെ കേസുകൾ വളരെ സമയചിത്തത പാലിച്ചുകൊണ്ട് കൃത്യമായി ഗവൺമെന്റും അതുപോലെ പോലീസും ഒരു നടപടി എടുത്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വെറുതെ ആശിച്ചു പോവുകയാണ്. പക്ഷേ ഈ കേസിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്വിഫ്റ്റ് ഡിസിഷൻ എടുത്തു എന്നുള്ളത് നമുക്ക് വിദേശത്തേക്ക് രക്ഷപ്പെടുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കോടതികളാണ് അങ്ങനെ അടിയന്തര പ്രാധാന്യത്തിൽ അറസ്റ്റ് വേണമോ തുടങ്ങിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന് ജാമ്യവും അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചതും കോടതികളിൽ നിന്നാണ്. അപ്പോൾ ഈ കേസിന്റെ തുടർച്ച നമുക്ക് എന്താണെന്ന് അറിയില്ല. എന്റെ ചോദ്യം, കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു വലിയ സമൂഹം, പ്രത്യേകിച്ച് അവർ കുറച്ചു സാമൂഹ്യ പ്രസക്തരാണ് എങ്കിൽ, സെലിബ്രിറ്റികളാണെങ്കിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരാണെങ്കിൽ അത് കൂടുതലുമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരു ആശ്വാസത്തിന്റെ കിരണം എന്ന് നമുക്ക് ഈ ദിവസത്തെ കാണാമോ? ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ആക്ഷൻ കൊണ്ട് ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മെസ്സേജ് ഇത്തരത്തിൽ അനാവശ്യമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സ്ത്രീകളെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഇംപ്ലിസിറ്റ് ആയിട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ടും ഒക്കെ മോശപ്പെട്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നവർ ഒരല്പം ജാഗ്രത പാലിക്കാൻ ആദ്യത്തെ കുറച്ച് സമയം ചിലപ്പോൾ ഇത് സഹായിക്കും. പക്ഷേ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത് നമ്മൾ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിന് ആമുഖമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ജ്വല്ലറി ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പാണ് നമുക്കറിയാം ഈ ബോബി ചെമ്മണ്ണൂറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം എന്ന് പറയുന്നത്. ഒരു 90s ഒരു കാലഘട്ടത്തിൽ പലരും ഇങ്ങനെ ഈ ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് പല വ്യവസായം നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ വ്യവസായികളെ എങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിന് പിന്നാലെ പോവുകയോ ചെയ്യുന്നൊരു പരിപാടിയൊന്നും പൊതുവെ മുൻപുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 90s ആയപ്പോൾ ചെറിയ ചെറിയ ചാരിറ്റിയുടെ ഒരു ഭാഗത്തേക്ക് കൂടി ഇവർ വരാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി അവർക്കൊരു വിഷ്വൽ സിഗ്നിഫിക്കൻസ്, മീഡിയയിലൊക്കെ സിഗ്നിഫിക്കൻസ് വരുന്നത് നമ്മൾ കണ്ടു. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഫക്റ്റീവായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തി, അതായത് ഈ ബിസിനസ് നടത്തി കിട്ടുന്ന അതിഭീമമായിട്ടുള്ള കൊള്ള ലാഭത്തെ ചാരിറ്റിയിലൂടെ ഡൈവേർട്ട് ചെയ്ത് അതൊരു പബ്ലിസിറ്റി സ്പേസ് ആക്കി മാർക്കറ്റ് ചെയ്യാൻ എത്രത്തോളം സാധിക്കും എന്നുള്ളത് നമുക്ക് കാണിച്ചെന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു റണ്ണിങ് ഡ്രൈവ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്വല്ലറി ബ്രാൻഡിനെ പരസ്യത്തിൻ്റെ പേരിൽ
പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബോച്ചയാക്കി കേരളത്തിലെ പല മാധ്യമങ്ങളും വലിയ രീതിയിൽ അതിന്റെ ഒരു കച്ചവട സാധ്യതയെ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറയുന്നത് കൃത്യമായിട്ട് അദ്ദേഹം സുതാര്യത പോലും സംശയാസ്പദമാണ്. ഈ പറഞ്ഞ ഫിലാന്ത്രോപ്പിസ്റ്റ് ആക്ടിവിറ്റികളുടെ ഒക്കെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. പലപ്പോഴും ഈ പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത് ഒരു മൂടുപടമാകാം, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ശ്രീമതി മാല പാർവതി, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു സ്ത്രീ വിരുദ്ധനാണ് ബോബി ചെമ്മണ്ണൂർ. ഒരൊറ്റ ഇൻസ്റ്റൻസ് അല്ല ഉള്ളത്. കഴിഞ്ഞ ഒരു 5-6 വർഷമെങ്കിലുമായി പബ്ലിക് സ്പേസിൽ തുറന്ന് സ്ത്രീ വിരുദ്ധത, അധിക്ഷേപം, ദ്വയാർത്ഥമൊക്കെ വമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഒരാളുടെ പ്രശ്നം എന്നുള്ളതിലുപരി അയാൾക്ക് വലിയ ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുന്നത് കൊണ്ട് എന്ത് മാറ്റം അക്കാര്യത്തിൽ ഉണ്ടാവും? എന്തായാലും ഈ ഓൺലൈൻ വഴി, പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന ആളുകളെങ്കിലും ഒന്ന് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു ദിവസമായിട്ടെങ്കിലും കമന്റ് ഇടുന്ന കുപ്രസിദ്ധ കമന്റുകാരൊക്കെ ഒളിവിലാണ്. കണ്ടു തന്നെ അറിയണം അഭിലാഷേ. നമ്മളിത് കുറേ നാൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധന അല്ലെങ്കിൽ ഈ പറയുന്ന ലൈംഗിക പ്രയോഗങ്ങളിൽ, ദ്വയാർത്ഥ പ്രയോഗങ്ങളിൽ രമിച്ച് ആഘോഷിച്ച് അതിൽ ഫാൻസ് ഉണ്ടാക്കി ആഘോഷിക്കുന്ന പണക്കാരനായിട്ടുള്ള ഒരു റിച്ച് പ്ലേ ബോയെ മലയാളി ഒരു ഐഡലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ തലേ ചുമന്ന് ഡാൻസ് ചെയ്ത് പാട്ടുപാടി മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുപോകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇദ്ദേഹത്തിന് ഇവിടെ അമ്പലം കിട്ടുമോ എന്നും കണ്ടു തന്നെ അറിയണം. കാരണം റിച്ച് പ്ലേ ബോയ് നമ്മുടെ ഒരു സിനിമയിലും ഒക്കെ കാണുന്ന ഒരു നമ്മൾ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിംബമാണ്. അതുകൊണ്ട് അറിഞ്ഞൂടാ. പക്ഷേ നിയമം എന്ന് പറയുന്നതിൽ ഒരു നിയമത്തിന് ആശ്രയിക്കാമെന്നും ചിലപ്പോഴെങ്കിലും നമുക്കൊരു പ്രതിരോധത്തിന് നിയമം നമ്മളോടൊപ്പം നിൽക്കുമെന്നും വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ ഒരു അറസ്റ്റ് വന്നതെന്ന് സാധാരണ ഗതിയിൽ സാധാരണ മനുഷ്യർ, കാരണം കേരളം ഒരു സുരക്ഷിതമായ ഇടമായി നമ്മുടെ പെൺകുട്ടികൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നാളെ ഒരു കാലത്തെങ്കിലും സ്വതന്ത്രമായി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്ക് സ്വതന്ത്രമായി ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമായി കേരളത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ഈ ഒരു നിയമത്തിന്റെ ഈ നടപടിയെ ആശ്വാസമായിട്ട് കാണുന്നു. അത് ആശ്വാസമായി കാണുമ്പോൾ തന്നെ ശ്രീമതി മലപ്പർവതി സിക്കായിട്ടുള്ള ഒരു വലിയ ജനക്കൂട്ടം ഉണ്ട്. നോക്കൂ, ബസ്സിനകത്ത് വെച്ച് നഗ്നത പ്രദർശിപ്പിച്ച് അശ്ലീലം കാണിച്ച ആള് അറസ്റ്റിലായി പുറത്തിറങ്ങിയപ്പോൾ അയാളെ മാലയിട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു സമൂഹമുണ്ട്. അപ്പോൾ അതിലൊന്നും നിൽക്കില്ല ബോബിയുടെ ആരാധകർ. പാലഭിഷേകവും കട്ടൗട്ടും വരെ നമ്മൾ കാണേണ്ടി വരും. വളരെ സിക്കായിട്ടുള്ള ഒരു സമൂഹം അവിടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ വേണ്ടേ നമ്മുടെ ആശ്വാസങ്ങളൊക്കെ? തീർച്ചയായിട്ടും എനിക്ക് ഒരു ആശ്വാസമില്ല. അതേ ഞാൻ പറഞ്ഞു, നാളെ അമ്പലം വരെ കെട്ടും ബോച്ചെ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇനിയിപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും ഒരു ലൈംഗികമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബോച്ചയുടെ അവിടെ പോയി പാലഭിഷേകം നടത്തിയാൽ മതി എന്ന് വരെ പറയുമോ എന്ന് അറിഞ്ഞൂടാ. ആ തരത്തിൽ നമ്മുടെ ആൾക്കാർ പറയാം. എന്നുവെച്ചാൽ ആരാധനയൊക്കെ ആ ലെവലിലാണ്. ഒരുപാട് തരത്തിൽ ഈ ഫ്രസ്ട്രേഷൻസും എല്ലാമുള്ള ഈ ലോ പ്രൊഫൈലിൽ ഇരുന്ന് അശ്ലീലം എഴുതി അതൊരു ജീവിതമാർഗമായി അല്ലെങ്കിൽ അതിൽ മാത്രം രമിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതാണ് ഒരു തൊഴിൽ. രാവിലെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്, രാവിലെ എണീക്കുക, ഈ കമൻ്റ് ഇടുക, സ്ത്രീകളെ ആക്ഷേപിക്കുക, അതിൽ തന്നെ അതിൻ്റെ ധർമ്മം കണ്ടെത്താനായിട്ട് വായിക്കുക, ആ കമൻറ്റുകളിൽ പറയുന്ന ഒരു മാർക്ക് ആ വ്യക്തിക്കിടുക. കമൻറ്റുകൾ ആ സ്ത്രീയെ ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ കമൻറ്റുകൾ വായിക്കണം. അയ്യോ, ആൾക്കാർക്ക് അവരെ കണ്ടുടാ, അവരെന്തൊക്കെ പറയുന്നറിയാം. അതാണ് പിന്നെ സമൂഹത്തിന് അവരെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്. ആ തരത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേരളം. ഇതിന് നമുക്ക് ഒരു തിരിച്ചറിവുണ്ടാവുന്ന ഒരു ചർച്ചയാണ് 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചൂടെ? അത് തെറ്റാണല്ലേ? ഒരു സ്ത്രീ അപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യം, സമൂഹം ബോധവൽക്കരിക്കപ്പെട്ടതോ പുതിയ രാഷ്ട്രീയ ഉണർവിലേക്കോ പുതിയ സംസ്കാരത്തിലേക്കോ വന്നതോ ഒന്നുമല്ല. പണി കിട്ടും, പോലീസ് പിടിക്കും, തോന്നിയാസം പോയി ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എഴുതിയാൽ പിടിച്ചകത്തിടും എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഈ കൂട്ടരൊന്ന് അടങ്ങിയത് എന്ന കാര്യം നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽ വേണം. ബോധവൽക്കരണമല്ല, ആക്ഷനാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ശ്രീ രാഹുൽ ഈശ്വർ, ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരിക്കുന്നു. സാധാരണ ഇത്തരം പരാതികളൊക്കെ വന്നാൽ പോലീസ് കുറച്ചൊരു സാവകാശമൊക്കെ എടുക്കുന്നതാണ്. ഇത്
വളരെ പെട്ടെന്ന് സ്വിഫ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടായിരിക്കുന്നു. ബാംഗ്ലൂരിലേക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുക്കാതെ വയനാട്ടിൽ പോയി കേരള പോലീസ് തൂക്കിയെടുത്ത് എറണാകുളത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. അദ്ദേഹത്തിന്റെ വലിയ ഫാൻസ് വൃന്ദത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി കാണും. ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ പാലിയേക്കര നിന്ന് കൈവീശി കാണിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് അവർക്കൊക്കെ എന്ത് സന്ദേശമാണ് നൽകുക? ശ്രീ അഭിലാഷ്, ബോബി ചെമ്മണ്ണൂർ അമിതമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നത് ശരിയാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ, ഇൻസിനുവേഷൻ ആൻഡ് ഇനുവെന്റോയിലൂടെ കുന്തി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും നടി എന്ന വാക്കിനോട് റൈം ചെയ്യുന്ന മറ്റൊരു വാക്ക് കൂടി പറയുകയും മറ്റും ചെയ്തതൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ഇൻ ദ റൈറ്റ് മൈൻഡ് ജസ്റ്റിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതോടൊപ്പം കേരളം ഡിസ്കസ് ചെയ്യേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഫറാ ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയുമാണ്. അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു. അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തൻ്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്തു മാതൃകയാണ് കാണിക്കുന്നതെന്ന് ഫറാ ഷിബിലെ പോലെ വനിതാ രംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകുക. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ ഈ ചെയ്തത് തെറ്റാണ്, പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ പുറകെ നടന്ന് ചാരിറ്റി മുഹമ്മൂടിയാണെന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? ബോബി ചെമ്മണ്ണൂരിന് അമ്പലം കെട്ടി നമുക്ക് ഈ അമ്പലത്തെയും പള്ളിയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതായത് ഏതെങ്കിലും രീതിയിൽ പുള്ളിയെ പരമാവധി മോശക്കാരനായി ചിത്രീകരിക്കുകയും, പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊന്നും അല്ലല്ലോ. അവിടെ രാഹുൽ ഈശ്വർ, ഒരാൾ ചാരിറ്റി ചെയ്തിട്ട് തോന്നിയാസം പറഞ്ഞാൽ അത് നമ്മൾ വകവെച്ചു കൊടുക്കണോ എന്നതൊരു പ്രശ്നം. ആ തോന്നിയാസം പറയുന്നതിന് ചാരിറ്റി ഒരു തരത്തിലും ഒരു മറയല്ല. രണ്ടാമത്തേത് ഈ പറഞ്ഞ സ്ത്രീ ശരീരത്തിന്റെ സെക്ഷുവലൈസേഷൻ, അങ്ങനെ ഉള്ള ഡിബേറ്റ് വേറൊരു ഡിബേറ്റ് ആണ്. ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമോ അവരൊരു സെലിബ്രിറ്റിയാണ്, മോഡലാണ് എന്നുള്ളതോ ഒന്നും ആർക്കെങ്കിലും അധിക്ഷേപിക്കാനുള്ള, തോന്നിയാസം പറയാനുള്ള ലൈസൻസ് അല്ലല്ലോ. ഒരാൾ ചാരിറ്റി ചെയ്യുന്നത് ഒരാൾക്ക് അബ്യൂസ് നടത്താനുള്ള ലൈസൻസ് അല്ല. ഒരു ലേഡിയുടെ വസ്ത്രധാരണം അവരെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസുമല്ല. ഒരു കാരണവശാലും അല്ല. അവിടെയാണ് ദയവായി ശ്രദ്ധിക്കണം. ആ സ്ത്രീയെ സെക്ഷുവലൈസ് ചെയ്യുന്നതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ചൊരു വ്യക്തി കൂടിയാണ് ഹണി റോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി. ഞാനല്ല, ഫറാ ഷിബില പറയുന്ന വളരെ രസകരമായ ഒരു വാക്യമുണ്ട്. അവർ പറയുന്നത് ഒളിഞ്ഞോ തെളിഞ്ഞോ എങ്കിലും അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമായിട്ട് എന്തെങ്കിലും ഹണി റോസ് എന്താണ് ഈ കാണിക്കാത്തത്, എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വശം ഇതിനകത്തുണ്ട്. ആ ഡിബേറ്റിനെ മറച്ചു വെക്കാൻ അഭിലാഷിന്റെ ഡേറ്റയോ എവിഡൻസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഈ ചാരിറ്റി ചെയ്യുന്നത് മുഹമ്മൂടിയാണോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ആ ഡിബേറ്റിനെ എന്തിനാണ് മറച്ചു വെക്കുന്നത്? ബോബി ചെമ്മണ്ണൂർ സ്ത്രീ വിരുദ്ധ അധിക്ഷേപത്തിൽ, സ്ത്രീകളെ അധിക്ഷേപിച്ചതിന്, ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന്, സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലാവുന്ന വേളയിൽ ഇന്നത്തെ ഡിബേറ്റ് സ്ത്രീ ശരീരത്തെ ഈ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്യുക എന്നുള്ളതാണോ? അല്ല, നമ്മുടെ വിഷയം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റാണ്. മറ്റേ വിഷയവും ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞ ഈ ഫറാ ഷിബിലയുടെ കമന്റ്, അവരും അഭിനേത്രിയാണ്, അവരും സെലിബ്രിറ്റിയാണ്, അവരും മോഡലാണ്. അപ്പോ വാദം ഉന്നയിക്കാം ആർക്കും, പക്ഷെ അത് സ്വയം റദ്ദ് ചെയ്യുന്ന വിധത്തിൽ ആവരുത് എന്ന് ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് എന്നുള്ളത് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ അഭിപ്രായമുള്ളൂ. ഒരു സഹപ്രവർത്തകയെ ആ നിലയ്ക്ക് തള്ളിപ്പറയാൻ ആ വാക്കുകൾ ഇടയാക്കണമോ എന്നുള്ള കാര്യം ആലോചിക്കുന്നത് നന്നാവും. ഒരു വരി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളുടെ വാദം വെക്കുന്ന ഭൂമികയിൽ ഫറാ ഷിബിലയുടെ വാക്കുകൾക്കും പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നും അതോടൊപ്പം ബോബി ചെമ്മണ്ണൂറിന്റെ വാക്കുകൾക്ക് മിതത്വം വേണം, പക്ഷെ സ്ത്രീ ശരീരത്തിനും സ്ത്രീ വസ്ത്രധാരണത്തിനും ഒരു മിതത്വവും വേണ്ട പ്രശ്നമല്ല ഇത്. സമൂഹപരമായി മാറിയിരിക്കുകയാണ്. അത് തോന്നിയാസം പറയുന്ന ആളോട് മിതത്വം വേണം എന്ന് ഉപദേശിക്കുന്ന സംവിധാനമല്ല രാഹുൽ ഈശ്വർ വേണ്ടത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പോലീസ് പോയി പിടിച്ചോണ്ട് വന്നത്. അല്ലാതെ അദ്ദേഹത്തെ വിളിച്ച് ഒരു ക്ലാസ് കൊടുത്ത് നിങ്ങൾ ഇനി സംസാരിക്കുമ്പോൾ നന്നായി സംസാരിച്ചേക്കണേ എന്ന് പറയലല്ലോ ചെയ്തത്. ഒരു പരാതി വന്നു, ആ പരാതിയിൽ ആക്ഷൻ ഉണ്ടായി. അങ്ങനെയാണല്ലോ വേണ്ടത്. ഉപവകുപ്പിന്റെ ലംഘനമാണ് സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളത്. BNSന്റെ 75 വകുപ്പ് 4ാം വകുപ്പിന്റെ ലംഘനമാണ്. പക്ഷെ കാണുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാൻ തോന്നും. മോൺസ്റ്റർ എന്ന സിനിമയിൽ ഇതേ ഹണി റോസിനോട് നമ്മുടെ ലാലേട്ടൻ, ഞാൻ ഭക്തനാണ്, ലാലേട്ടന്റെ ആരാധകൻ പോലുമല്ല, ലാലേട്ടൻ ഇതേ കോണ്ടെക്സ്റ്റിൽ ഇതേ വാക്യങ്ങൾ കുറെ കൂടെ സെക്ഷലി കളേർഡ് ആയി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ആരും മറന്നു പോകരുത് എന്ന് മാത്രമേ ഉള്ളൂ. ദിവസം വരെ ഇദ്ദേഹത്തിന്റെ ധനം കൂടി സ്വീകരിച്ച് ഇനോഗ്രേഷന് പോയ വ്യക്തി ഇന്ന് ബോബി ചെമ്മണ്ണൂർ ഒരാൾ ഒരു ജോലിക്ക് പോകുമ്പോൾ അവരെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ അവർക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കണം. അങ്ങനെ ഒരാൾ പ്രതിഫലം വാങ്ങിച്ചു ഒരു പരിപാടിക്ക് വന്നത് അധിക്ഷേപം ഏറ്റു വാങ്ങാനുള്ള ലൈസൻസ്, അവരെ അയാളുടെ പണം വാങ്ങി അവർ ഇനോഗ്രേഷന് പോയി എന്നുള്ളതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തോന്നിവാസം പറയാന്ന. അങ്ങനെ ഇപ്പൊ രാഹുൽ ഈശ്വറിനെ ഒരാൾ ഒരു ഇനോഗ്രേഷന് വിളിച്ചാൽ, ഒരു പ്രോഗ്രാമിന് വിളിച്ചാൽ അതിന് പേ ചെയ്യുന്നുണ്ട്
തോന്നുന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനെ തോന്നുന്നതൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയരുത്. അഭിലാഷോട് ഒരൊറ്റ ചോദ്യം മാത്രം, എന്റെ സമയം അഭിലാഷ് എടുത്തോളൂ. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് അഭിലാഷിന്റെ പുരികം പൊങ്ങുകയും അഭിലാഷിന് സന്ദേഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ആരുടെയെങ്കിലും ഒക്കെ വസ്ത്രധാരണത്തിൽ എനിക്കെന്തിനാണ് പുരുകം പോകുന്നത്? കടന്നു പോകുന്നുവെന്ന് അഭിലാഷെങ്കിലും തോന്നിയിട്ടില്ലേ? എനിക്കെന്തിനാണ് മുഖം ചുളിയുന്നത്? ആരുടെ ഓരോരുത്തരുടെ വസ്ത്രധാരണം അവരുടെ ചോയ്സ് ആണ് രാഹുൽ ഈശ്വറെ. വേറൊരാളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ എന്തിനാണ് കൺസേൺ ആവുന്നത്? വേറൊരാളുടെ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് അതൊന്നും സമൂഹത്തിന്റെ ബാധ്യതയല്ല. അതൊക്കെ ഒരാളുടെ സ്വയം നിർണയാവകാശത്തിന്റെ ഭാഗമാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണം ഹണി റോസിന്റെ അവകാശമാണ്, അവരുടെ റൈറ്റ് ആണ്. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും. അതിന് വേറൊരാൾക്ക് എനിക്കോ രാഹുൽ ഈശ്വറിന്റെ പ്രശ്നമാണ് വരേണ്ടത്. സമൂഹത്തിന്റെ പ്രശ്നം അക്കാര്യത്തിൽ വരേണ്ടത്. അതൊക്കെ അവരുടെ അവകാശമാണ്, അവരുടെ മാത്രം സ്വയം നിർണയാവകാശമാണ്, അവരുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരാളുടെ വസ്ത്രധാരണം കണ്ട വേറൊരാൾക്ക് എന്ത് തോന്നാനാണെന്ന് അങ്ങനെ തോന്നുന്നതാണ് പ്രശ്നം. സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടല്ലോ, അതേപോലെ വസ്ത്രധാരണത്തിന് പരിധിയില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ ഈ പറഞ്ഞ കാര്യം പെടുവോ? ഒബ്സീനിറ്റി ഇല്ലേ? ആർട്ടിക്കിൾ ഈ 19(1)(a) ഡിഗ്നിറ്റി ഓഫ് ലൈഫ് അടക്കം ഫ്രീഡം ആർട്ടിക്കിൾ 19(1)(a)യുടെ റെസ്ട്രിക്റ്റീവ് ക്ലോസിൽ വരുമോ? വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല്ലേ രാഹുൽ ഈശ്വറെ? ഒരു കാര്യം ന്യായീകരിക്കാം. ഇപ്പോൾ നമ്മുടെ വിഷയം ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റാണ്. താങ്കളുടെ അവസരം കഴിഞ്ഞു. ശ്രീമതി മാളവിക ബിന്നി അഡ്രസ് ചെയ്യാൻ താല്പര്യമില്ല, അതാണ് സത്യം. അല്ല, ആ വിഷയത്തിലേക്ക് വരാൻ സമയം പോലെ. ശ്രീമതി മാളവിക ബിന്നി, ഇവിടെ ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പോസിറ്റീവായ സൈനായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇത്തരം കേസുകൾ ഇപ്പോൾ ഒരു പരാതി കൊടുത്തു, ഇന്നലെയാണ് അവർ പേര് പറഞ്ഞ് കൃത്യമായി ഒരു പരാതി കൊടുക്കുന്നത്. അതിൽ ഇത്രയും സത്വരമായ ഒരു നടപടി ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായും അതൊരു തീരുമാനത്തിന്റെ കൂടി ഭാഗമായിട്ടുണ്ടായതാകും എന്ന് വിചാരിക്കുന്നു. അതല്ലാതെ ഇതിങ്ങനെ വെച്ച് നീട്ടിയില്ല, കുറേ ഡിബേറ്റിന് അവസരം കൊടുത്തില്ല. അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിനെ എങ്ങനെ കാണുന്നു? അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത്ര ദ്രുതഗതിയിൽ തന്നെ അത് നടന്നു എന്നുള്ളത് വളരെ ആശാവഹവുമായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പേ ഇതുവരെ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വഷളത്തരത്തിന് റെസ്പോണ്ട് ചെയ്യാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് അതിന് റെസ്പോണ്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഇദ്ദേഹം കുറേ നേരമായിട്ട് പല പല ചാനലുകളിൽ ചെന്നല്ലോ ഓവർ എക്സ്പോഷർ എന്ന് പറയുന്നുണ്ട്. ഈ ഓവർ എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണെന്ന് ഇദ്ദേഹം ഡിഫൈൻ ചെയ്യണം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വേദിയിൽ ചെന്ന് കുട്ടിക്കാച്ചട്ടെ വിട്ടോണ്ട് നടന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഹണി റോസ് ഓവർ എക്സ്പോസ് ചെയ്ത് നടക്കുകയാണ് എന്ന് പറയുന്നത്. അതുപോലെ വളരെ തെറ്റാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ല. അതുപോലെ തന്നെ ഹണി റോസിന്റെ സിനിമയിൽ ചെയ്ത ക്യാരക്ടറും മോൺസ്റ്റർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ചെയ്ത ക്യാരക്ടറും ഹണി റോസ് എന്നുള്ള ഒരു വ്യക്തിയെയും വേർതിരിച്ച് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജൂവനൈൽനെസ് നമുക്ക് രാഹുൽ ഈശ്വറിന്റെ ആർഗ്യുമെന്റ്സിൽ കാണാമെന്ന്. അത്രയ്ക്ക് ബാലിഷമാണ് ആ ആർഗ്യുമെന്റ്. ഒരു സിനിമയിൽ ഒരു നടി സെക്സ് വർക്കർ ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അവരുടെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തൊരു മഠയത്തരമാണ് ഈ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് രണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ്സ് നല്ലതാണ്. കള്ളം പറയുന്നതിന് മര്യാദ വെക്കുന്നത് നല്ലതാണ്. വളരെ കൃത്യമായിട്ട് സ്ലട്ട് ഷെയ്മിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒരു റേപ്പിസ്റ്റ് പലപ്പോഴും പറയുന്നു, നീ ഇടുന്ന വസ്ത്രം കാരണമാണ് ഞാൻ നിന്നെ റേപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നീ രാത്രി നിന്നത് കൊണ്ടല്ലേ നിന്നെ റേപ്പ് ചെയ്തത് എന്ന് പറയുന്ന അതേ ലോജിക്കിന്റെ മറ്റൊരു മുഖമാണ്, മറ്റൊരു വേർഷനാണ് ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആരും മനസ്സിലാകാതെ പോകരുത്. ഇത് വളരെ കൃത്യമായിട്ട് നടക്കുന്ന ഫോക്കസ് ഹണി റോസിലേക്ക് മാറ്റുകയും ബോച്ചെ എന്ന് പറഞ്ഞ ഇവിടെ വളരെ കൃത്യമായിട്ട് വഷളത്തരവും വളരെ കൃത്യമായിട്ട് അശ്ലീലവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മനുഷ്യനെ പ്രൊമോട്ട് ഒരു വിധത്തിൽ ഷീൽഡ് തന്നെയാണ് ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മറന്നുപോലും. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയേണ്ടത് ഇതൊരു ഭാഷയിൽ മാത്രം ഒതുങ്ങി പോകരുത്. പലപ്പോഴും നമ്മൾ ഇതേപോലെ ലൈംഗിക അതിക്രമങ്ങൾ വരുമ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം ഇത് സിംഗിൾ ഔട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. ഇത് ബോച്ചെ ചെയ്ത മറ്റുള്ള കറപ്ഷൻസ് അങ്ങനെയുള്ള രീതിയിലല്ല ഇത് മനസ്സിലാക്കേണ്ടത്. വ്യവസ്ഥാപിതമായ ഒരു പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എല്ലാ തലങ്ങളിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള നിയമ നടപടിയിൽ മാത്രമല്ല ഇനി എന്ത് സംഭവിക്കുന്നു, തുടർന്നുള്ള നിയമ നടപടികളൊക്കെ ഇക്കാര്യത്തിൽ നിർണായകമാണ്. ചിന്താ ജെറോം കൂടി ഉണ്ട് നമ്മോടൊപ്പം. ചിന്താ ജെറോം, ഒരുപാട് വഷളത്തരങ്ങൾ പൊതുവേദികളിൽ പറഞ്ഞ് അത് പിന്നെ ഓൺലൈൻ മീഡിയ വഴി ആഘോഷിച്ചിട്ടുള്ള, അതിൽ അഭിരമിച്ചിട്ടുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ. ഇത്ര കാലം ബോബി ചെമ്മണ്ണൂർ ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകനോ മനുഷ്യ സ്നേഹിയോ നന്മ മരമോ ഒക്കെയായി നടന്ന് ഈ വഷളത്വം പറയുകയായിരുന്നു. അതിനുള്ള എക്കോസിസ്റ്റം ഉണ്ടായത് പരാതിക്കാരില്ലാത്തത് കൊണ്ടാണ്
എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തായാലും പരാതി ഉണ്ടായപ്പോൾ നല്ല ആക്ഷൻ ഉണ്ടായി എന്നുള്ളത് ആശ്വാസകരമാണ്. എന്തുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പരസ്യമായി പറയാൻ കഴിഞ്ഞു എന്നുള്ളത്, ധാരാളം പണം കയ്യിലുള്ള ആളാണ്. അങ്ങനെ പണം കയ്യിലുള്ള ആളുകൾക്ക് എന്ത് വൈകൃതവും സമൂഹത്തിൽ കാണിക്കാം എന്ന ഒരവസ്ഥയുടെ കൂടെ സൂചനയല്ലേ? അല്ല, അങ്ങനെ പണം കയ്യിലുണ്ടെങ്കിൽ എന്ത് വൈകൃതവും കാണിക്കാമെന്നുള്ളതിന് അങ്ങനെ കഴിയില്ല എന്ന് തെളിയിക്കുന്ന വളരെ ധീരമായൊരു നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ അതിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാൻ ധീരമായി പരാതിയുമായി മുമ്പോട്ട് വന്ന കലാകാരിയെ അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കുന്നു. കാരണം ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പൊതുരംഗത്ത് നിൽക്കുന്ന മിക്ക സ്ത്രീകളും. അത് ഏത് മേഖലയുമായിക്കൊള്ളട്ടെ. നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊരു പൊതുവിടത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ അതിൻ്റെയൊക്കെ പേരിൽ ഇത്തരം വഷളത്തരങ്ങൾ, ഇത്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അസഭ്യ വർഷങ്ങൾ ഒക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, സൈബർ ഹൈവേകളിൽ ഉപയോഗിക്കുന്നു. അത് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നു, അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ആശങ്ക ഉളവാക്കുന്ന കാര്യം. അതിനെല്ലാം എതിരെയുള്ള ഒരു സാമൂഹിക അവബോധം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. അപ്പം ഇത് ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനെ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ആസ്വദിക്കുകയും അതൊരു തന്ത്രമായി തൻ്റെ പ്രചരണത്തിനും തൻ്റെ മറ്റു തരത്തിലുള്ള വ്യവസായത്തിനുമൊക്കെ ഒരു പ്രചരണോപാധിയായി ഇത്തരം സ്ത്രീവിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധതയും ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അതിനെതിരെയുള്ള അതിശക്തമായൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ സമാനമായ ഒരുപാട് ഈ പൊതുബോധം ഉണ്ടാക്കാനായി നമ്മൾ ഒരുപാട് സംവാദങ്ങൾ, സെമിനാറുകൾ, ചർച്ചകൾ, സന്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിനപ്പുറത്ത് നോക്കൂ, ഹണി റോസിന്റെ പോസ്റ്റിൽ അശ്ലീല കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഏതെങ്കിലും മീഡിയ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ആളുകളുണ്ട്. ഇന്നൊരാളും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഒരാൾ ഇടാത്തത്? അങ്ങനെ ഇടുന്നവനൊക്കെ അകത്ത് പോയി കിടക്കും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ബോധ്യമുണ്ടാവാതെ നമ്മൾ ഒരു ബോധവൽക്കരണവും നടത്തിയതുകൊണ്ട് കാര്യമാവില്ല കേട്ടോ. അവിടെ ഗവൺമെന്റിന്റെ വലിയ റോളുണ്ട്. എന്താണോ നടത്തേണ്ടത് അത് നടത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതെ, ആ റോള് ഗവൺമെന്റ് വളരെ ശക്തമായി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ചാനലിൽ വന്നിരുന്ന് അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വഷളത്തരം വീണ്ടും രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പറയുമ്പോൾ നമുക്ക് എത്ര നിർഭാഗ്യകരമാണ്. അവര് സോഷ്യൽ മീഡിയയിലൂടെ ഈ പറയപ്പെടുന്ന വ്യക്തികൾ ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ ഇപ്പം മീഡിയയിൽ വന്നിരുന്നിട്ട് രാഹുൽ ഇങ്ങനെ പറയുന്നത്. അത് അങ്ങേയറ്റം തിരുത്തപ്പെടേണ്ടതാണ്. രാഹുലിനെ പോലൊരു വ്യക്തി, ഇപ്പം രാഹുലിന്റെ പല തവണയും അദ്ദേഹത്തെ സ്റ്റുഡിയോയിലും മറ്റും എല്ലാമായി നമ്മൾ നേരിൽ കാണുന്നതാണ്. ഇതൊക്കെ അദ്ദേഹം ഒരു മറ്റൊരു തന്ത്രത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാം എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഇത് പറയുന്നത്. അതിൽ രാഹുൽ ഉന്നയിച്ചൊരു ചോദ്യം തന്നെ എന്തുമാത്രം അരോചകമാണ്. അഭിലാഷിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ തന്റെ അതേ മാനസികാവസ്ഥയിലാണ് എല്ലാവരും എന്നുള്ള വളരെ മൂഢമായൊരു ധാരണയിലാണ് രാഹുൽ നിൽക്കുന്നത്. അതിനകത്ത് മാറ്റമുണ്ടാകണം. കാരണം ഇങ്ങനെയല്ല. ഞാൻ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫേസ്ബുക്കിനകത്ത് വരുന്ന കമന്റും ഇൻസ്റ്റയിൽ വരുന്ന കമന്റും തമ്മിൽ വലിയ വ്യത്യാസം നമുക്ക് തോന്നുന്നുണ്ട്. കാരണം പുതിയ തലമുറ ഇൻസ്റ്റ ഉപയോഗിക്കുമ്പോൾ അവർ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഇത്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ താരതമ്യേന കുറവാണ്. പൂർണ്ണമായും കുറവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പുതിയ തലമുറയിൽ ആ ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരണം. തീർച്ചയായും ശക്തമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളത് സ്ത്രീകൾ എന്ന നിലയിൽ, ഇത്തരം പൊതുരംഗത്ത് ഇടപെടുന്ന വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ശരി, എന്താണ് രാഹുൽ എന്താണ് പറയാനുള്ളത്? അഭിലാഷ്, ഒരൊറ്റ കാര്യം. ഇവിടെ ശ്രീമതി മാളവിക ബെന്നി രാഹുൽ ഈശ്വർ ബിഗ് ബോസിൽ പോയി വിജയിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇതേ ചോദ്യം ഞാൻ ഹണി റോസിനെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ത്രീവിരുദ്ധനാവുമായിരുന്നു. അപ്പം എന്റെ നേരെ അവർക്ക് സദാചാര പോലീസ് കളിക്കാം, പക്ഷേ അവർക്കെതിരെ അങ്ങനെയല്ല പറഞ്ഞത്. കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഏത് സ്ത്രീക്കും അതുപോലെ തന്നെ അല്ല, അത് താങ്കൾ പറയാത്ത ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വളർത്തിരിക്കരുത്. എന്താണ് പറഞ്ഞത് എന്ന് താങ്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വിശദീകരിക്കാം. അല്ല, ഞാനത് ക്ലാരിഫൈ ചെയ്യാം. ഒരു സെക്കൻഡ് കേൾക്കൂ, രണ്ടുപേരും കേൾക്കൂ.
അവർക്ക് കളിക്കാമെങ്കിൽ അത് സദാചാര പോലീസ് അല്ല. താങ്കൾ പങ്കെടുക്കുന്ന ടെലിവിഷൻ ഷോയിൽ രാഹുൽ ഒരു നിമിഷം കേൾക്കൂ, രണ്ടുപേരും ഒരു നിമിഷം കേൾക്കൂ. രാഹുൽ, താങ്കൾ പങ്കെടുക്കുന്ന ടെലിവിഷൻ ഷോയിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതിൽ ആരുടെയും പുരികം ഉയരേണ്ട കാര്യമില്ല എന്നതുപോലെ ഹണി റോസിനോ മറ്റൊരാൾക്കോ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം. അപ്പൊ താങ്കളുടെ വസ്ത്രധാരണത്തിൽ വേറൊരാൾ കൺസേൺ ഉണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഹണി റോസിന്റെ കാര്യം. അപ്പൊ താങ്കളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ട എന്നതുപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് താങ്കൾക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. അല്ലാതെ താങ്കളെ സദാചാര പോലീസ് കളിച്ചതല്ല. ധരിക്കുന്ന ഒരേ വസ്ത്രങ്ങളാണോ? പുരുഷനും സ്ത്രീയും ഒരേ വസ്ത്രങ്ങളാണോ? പുരുഷന്മാർ ഷർട്ട് ഇടാതെ പലപ്പോഴും നമ്മുടെ റോഡിലും വഴിയരികിലും ഒക്കെ നിൽക്കാറുണ്ട്. അതേപോലെയാണോ സ്ത്രീകൾ നിൽക്കുന്നത്? കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. അവിടെയാണ് ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല, ബോച്ചയെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണ്? താങ്കൾക്ക് ഷോർട്സ് ഇടാൻ വേറെ ആർക്കും പറ്റില്ല. ശരിയായില്ല. ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ഇനി ഒരു കാര്യം കൂടി, ആർട്ടിക്കിൾ 19(1) തന്നെ ഡീസൻസിയും മൊറാലിറ്റിയും അതാണല്ലോ ഡീസൻസിയുടെയും മൊറാലിറ്റിയുടെയും ഒക്കെ ഡെഫിനിഷൻ എന്താ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായ ക്ലോസുകളാണ് അഭിലാഷ് എന്തുകൊണ്ടത് കാണുന്നില്ല? അല്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായ ക്ലോസുകളിലെ പരിമിതികളാണ് അഭിലാഷിന് അറിയില്ലേ? അല്ല, റീസണബിൾ റെസ്ട്രിക്ഷനിൽ ഈ പറഞ്ഞ വസ്ത്രധാരണത്തിന് ഷോർട്സ് ഇടുന്ന കാര്യം പറയുന്നുണ്ടോ? എന്തൊക്കെയാണ് രാഹുൽ? ആ ഡീസൻസി, ആ മര്യാദയും മാന്യതയും വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ശരി, ശ്രീ ദിനു വെയിലിന് ഇപ്പോ ചർച്ചയിൽ ജോയിൻ ചെയ്യാം. ഇവിടെ ഇപ്പോ ഇന്ന് ഡിബേറ്റ് ചെയ്യേണ്ട വിഷയം വസ്ത്രധാരണത്തിലെ ഡീസൻസി ആണോ? അപ്പോൾ വസ്ത്രധാരണം ഡീസന്റ് അല്ലെങ്കിൽ പലരും പലതും പറയും. ഞാൻ അതിനെ അങ്ങനെ വായിച്ചതാണ് കേട്ടോ എന്ന മട്ടിൽ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നോക്കൂ, ഞാനിവിടെ രാഹുൽ ഈശ്വറിനെ മാത്രം അഭിപ്രായമായിട്ടല്ല കാണുന്നത്. സമാനമായ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് കൂടുതൽ ഒരു മറുപടി ആയിട്ടാണ് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങൾക്ക് എത്ര ഉത്തരവാദി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരവാദി മാത്രമാണ് ലൈംഗിക അതിക്രമങ്ങൾക്കുള്ളത്. ഒരാളെ കൊണ്ട് മാത്രമേ ലൈംഗിക അതിക്രമം തടയാൻ സാധിക്കുകയുള്ളൂ. അത് ആ അതിക്രമം ചെയ്യുന്ന കുറ്റവാളിയാണ്, പെർപെറ്റുവേറ്റർ ആണ്. അയാൾക്ക് മാത്രമാണ് ലൈംഗിക അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. വിക്ടിമായ വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്ന ഓരോ വ്യക്തിയും കുറ്റവാളിക്കൊപ്പമാണ്. ക്ഷണിച്ചു വരുത്തുക എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യർ തമ്മിലുള്ള ബന്ധമുള്ളത്. ഡോക്ടർ മേരി സിമ്മർലിംഗ് എന്ന് പറയുന്ന 1987 സമ്മറിൽ റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട്. അവർ വാട്ട് ഐ വാസ് വിയറിംഗ് എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. രാഹുലിനൊക്കെയുള്ള മറുപടി അന്നേ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ കവിതയിലെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: റേപ്പ് ചെയ്യപ്പെട്ട രാത്രി കുറ്റവാളി എന്താണ് ധരിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു, പക്ഷേ ആരും അത് എന്നോട് ചോദിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. റേപ്പിന് വസ്ത്രം കാരണമാവുന്നുണ്ടെങ്കിൽ ആ വസ്ത്രത്തിന്റെ പേര് പാന്റും ഷർട്ടും ഇട്ട ആണുങ്ങളുടെ വസ്ത്രം എന്നാണ്. റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ ഏറ്റവും അധികം കുറ്റവാളികൾ ധരിച്ചിരുന്ന ഡ്രസ്സ് അതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്രസലിൽ, ബെൽജിയത്തിൽ, അർക്കാനാസിൽ, ഒഹിയ യൂണിവേഴ്സിറ്റിയിൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ വിക്ടിമായിട്ടുള്ള വ്യക്തികൾ ധരിച്ച വസ്ത്രങ്ങൾ അത്രയും എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ വസ്ത്രം തൊട്ട് അങ്ങോട്ടേക്ക് ബിക്കിനി അടക്കമുള്ള വസ്ത്രങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്, ചില ആളുകൾക്ക് നഖമായിരിക്കും ചിലപ്പം ലൈംഗികമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നുന്നത്, മുടിയായിരിക്കും തോന്നുന്നത്, കണ്ണായിരിക്കും തോന്നുന്നത്, മൂക്കായിരിക്കും തോന്നുന്നത്, ചുണ്ടായിരിക്കും, നിതംബമായിരിക്കും, മാറിടമായിരിക്കും. സ്ത്രീകളെ എന്തൊക്കെ പൊതിഞ്ഞു കെട്ടണമെന്നാണ് ഇവർ പറയുന്നത്? ഇവരുടെ എക്സ്പോസിങ് എന്ന് പറയുന്ന കാര്യം എന്തിലൊക്കെയാണ് ഉൾപ്പെടുക എന്നുള്ളൊരു കാര്യം പറയണം. ഇനി പുരുഷനെ സംബന്ധിച്ച് നേരത്തെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച പോലെ, രാഹുൽ ഈശ്വറിനെ കുറിച്ച് മാളവിക മിന്നി സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ ഈശ്വർ അതിമനോഹരമായി ബെല്ലി ഡാൻസിന് സമാനമായ ഒരു ഡാൻസ് ആ ഷോക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ക്യൂർ ആയിട്ടുള്ള പല ആൺ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് വളരെ സെക്സി ആയിട്ട് അതിനെ ഫീൽ ചെയ്തു എന്ന്. പക്ഷെ അവരിൽ ഒരാൾ പോലും രാഹുൽ ഈശ്വറിനെ സൈബർ അറ്റാക്ക് ചെയ്തില്ല. സ്ത്രീകളായ ഒരാൾ പോലും പറഞ്ഞില്ല രാഹുൽ ഈശ്വർ എക്സ്പോസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. കാരണം എന്താണെന്നറിയോ? സ്ത്രീകൾക്കും ക്യൂർ വ്യക്തികൾക്കും ഒക്കെ മിനിമം ബുദ്ധിയുണ്ട്, മിനിമം ബോധമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എന്താണെന്നും ഒബ്സിനിറ്റി എന്താണെന്നും കൃത്യമായ ധാരണയുണ്ട്. സുപ്രീം കോടതി ഈയിടെ പുറത്തിറക്കിയിട്ടുള്ള സുപ്രധാനമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ലൈംഗിക അതിക്രമ കേസുകൾ മറുപടി പറയും. ചെറിയ ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചു. പെട്ടെന്ന് ഒരു മിനിറ്റ് ഇടവേള എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. ആരും പോണ്ട ചർച്ചയിലേക്ക്. ഇനി നമുക്ക് പെട്ടെന്ന് പോയിന്റുകൾ വേണം. ആദ്യം ശ്രീമതി വീണ നായർ, ഇവിടെ ഇപ്പോൾ വളരെ സുപ്രസിദ്ധയായ കലാകാരി ഹണി റോസ്, അവർ നിരന്തരമായിട്ടുള്ള അധിക്ഷേപത്തിന് വിധേയായി എന്നുള്ളതാണ് പ്രശ്നം. ഒരു തവണ പൊതുവേദിയിൽ ഉണ്ടാവുന്നു, അവർ വിയോജിപ്പ് പറയുന്നു, ഇനി അങ്ങനെ പാടില്ല എന്നാവശ്യപ്പെടുന്നു. പക്ഷേ നിരന്തരമായി അവർ അധിക്ഷേപത്തിന് ഇരയാവുന്നു, അവർ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് ഇരയാവുന്നു. എന്തിന്? അവർ പരാതി കൊടുത്തതിന് ശേഷം ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ടെലിവിഷനുകളിലും മറ്റുമൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും അതിനെ ന്യായീകരിക്കുകയാണ്. അത് ഞാൻ അതല്ല പറഞ്ഞത്, ഇതാണ് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ നിരന്തരമായി ഒരാൾ ഈ തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിന് ഇരയായി പരാതി കൊടുക്കുമ്പോൾ അവരുടെ വസ്ത്രത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്?
ഞാൻ അതിന് ഉത്തരമായിട്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ മലയാളത്തിലെ ഒരു നടി പറഞ്ഞ ചില കാര്യങ്ങളെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതേ നടി തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പിക്ചറും അതിനെ പറ്റിയിട്ട് ദ ന്യൂസ് മിനിറ്റിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടും അത് ഇങ്ങനെയാണ്. Sharing a photo where she's seen in a yellow swimsuit. The actor quoted Philadelphia-based author Sophie Lewis in the caption എന്ന് പറഞ്ഞിട്ട് ആ വേർഡിങ്സ് ഇങ്ങനെയാണ്: breaking societal taboos around body image, the quote discusses how one's body is not open for everyone else to critique, discuss or objectify. My body is not yours to critique and discuss. My body is not yours for consumption. My body is my vessel and archive of experiences എന്നൊക്കെ പറഞ്ഞിട്ട് സോഫി ലൂയിസിന്റെ ഒരു വേർഡിങ്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്ന പിക്ചറിൽ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഷീസ് സീൻ ഇൻ എ യെല്ലോ സ്വിം സൂട്ട് എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മൾ ഈ ശ്രീ രാഹുൽ ഈശ്വർ പറയുന്ന രീതിയിൽ ഒരു വസ്ത്രധാരണത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഒരാളെ മറ്റൊരു ആളെ കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒക്കെ ഉപയോഗിച്ച് പറയാനുള്ള ഒരു ലിബർട്ടി കിട്ടണമെന്ന് അദ്ദേഹം വാദിക്കുന്നതെങ്കിൽ അദ്ദേഹം ഫറാസ് ഷിബ്ലയുടെ വാക്കുകളെയാണല്ലോ കൂട്ടുപിടിച്ചത്. ആദ്യം അവർ തന്നെ തിരുത്തേണ്ടി വരും എന്നുള്ളത് ഞാൻ വളരെ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. നമ്മളെല്ലാവരും വിവിധ ഭാഷയിലുള്ള സിനിമകൾ കാണുന്നവരാണ് അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് സിനിമകൾ ഉൾപ്പെടെ കാണുന്ന ആൾക്കാരാണ്. എപ്പോഴാണ് ഈ ഒരു സ്ത്രീ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് കമന്റുകൾ പറയാനുള്ള അവകാശം, അധികാരം ആർക്കാണ്, എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളുടെ വസ്ത്രം, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ധരിക്കുന്ന വസ്ത്രം എൻ്റെ ഇഷ്ടമാണ്. മറ്റൊരാൾക്ക് മറ്റൊരു തരത്തിൽ വസ്ത്രധാരണം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. ഇപ്പം നമുക്ക് വിയോജിപ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. ആ വിയോജിപ്പുകളൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങളാക്കി അശ്ലീലത കലരുന്ന രീതിയിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും അതിഥിയായിട്ടൊക്കെ വിളിച്ചു വരുത്തി എന്നിട്ട് ഇതേ ആള് തന്നെ ഈ അതിഥിയായി വിളിച്ചു വരുത്തുന്ന ആളിലൂടെ കിട്ടുന്ന പബ്ലിസിറ്റിയെ അയാൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ആ ഒരു ഭാഗത്ത് ബിസിനസ് ചെയ്യുകയും കോടികളുടെ സമ്പത്ത് ലഭിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഇത്തരത്തിൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്ന് പറയുന്ന ഒരു ദുസ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നതിനെയാണ് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ബോച്ചെ ചെയ്താൽ ബോച്ചെ എന്നല്ല, ആര് ആ രീതിയിൽ പ്രതികരിച്ചാലും തീർച്ചയായിട്ടും അതിനെ തടയേണ്ടതുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ചും കമന്റ് ചെയ്യാൻ, അതിനെ മോശമായിട്ട് ദ്വയാർത്ഥ രീതിയിലൊക്കെ പറയാൻ, അശ്ലീലമാക്കി പറയാൻ ആർക്കും അവകാശമില്ല. സ്വന്തം വീട്ടിലുള്ള ഭാര്യയും മക്കളെയും നിങ്ങൾ പറയോ? എത്രയോ പിതാക്കന്മാർക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല മക്കള്. വസ്ത്രധാരണം എന്നുള്ളത് എങ്ങനെയാണ് ഒരു വിമർശന വിധേയമാവുന്ന വിഷയമായി വരുന്നത് എന്നുള്ളത് ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ രാഹുൽ ഈശ്വറോട് തന്നെ പറഞ്ഞത്, ഫറാസ് ഷിബില സ്വന്തം നിലപാടുകൾ അല്ലെങ്കിൽ സ്വന്തം കരിയറിനെ തന്നെ റദ്ദാക്കി കളയുന്ന വിധത്തിലുള്ള നിലപാടാണ് എടുത്തത് അത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ശ്രീമതി മാളവിക ബിന്നി, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യാമോ, അത് ചലച്ചിത്ര താരങ്ങളാവട്ടെ, മോഡലുകളാവട്ടെ, ഈ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന സെലിബ്രിറ്റികളാവട്ടെ, സ്വന്തം ശരീരത്തെ സെക്ഷലൈസ് ചെയ്യുന്നത് അനുവദിക്കുകയാണ് അല്ലെങ്കിൽ അതുവഴിയാണ് അവരുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറുവശത്തു നിന്നുള്ള ആക്ഷേപം. ഒരു അധിക്ഷേപം നേരിട്ട വിഷയത്തിൽ, ഒരു അതിക്രമം നേരിട്ട വിഷയത്തിൽ അതൊരു മറുവാദമായി ഉന്നയിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ? ഒട്ടുമല്ല. അത് നമുക്ക് ഇവർക്ക് ഈ പറയുന്നവർക്ക് പോലും അറിയാവുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവർക്ക് വേറെ ഒരു വാദവും ഇല്ലാത്തത് കൊണ്ട് ഈ വാദവും ഉന്നയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ വാദം പറയുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അല്ലെങ്കിൽ ആ കൂട്ടങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഉള്ള കണ്ടന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും അത് കൺസ്യൂം ചെയ്യുന്നവരും എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു സ്ത്രീക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ അവളെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിലോ അവളെ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്ന് അവളുടെ തീരുമാനമാണ്, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. മൈ ബോഡി മൈ റൈറ്റ്സിന്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ നമ്മൾ വായിക്കേണ്ട കാര്യമാണ്. ഈ സെക്ഷലൈസിങ് എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. ആ സെക്ഷലൈസിങ് എവിടെയാണ് നടക്കുന്നത്?
നമുക്ക് ഇന്ന് കുറച്ച് മുമ്പേ രാഹുൽ ഈശ്വർ പറയുകയുണ്ടായി ഒരു സ്ത്രീ നിരത്തിലൂടെ അല്ലെങ്കിൽ റോഡിലൂടെ ഷർട്ടില്ലാതെ നടക്കുമോ പുരുഷൻ നടക്കില്ലേത്. നമുക്കിവിടെയൊക്കെ മറയ്ക്കാൻ അവകാശം കിട്ടിയിട്ട് കുറെ വർഷങ്ങളാകാത്ത ഒരു നാടാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. അന്ന് ഈ ശരീരങ്ങളെല്ലാം സബോൾട്ടേൺ ആയിട്ടുള്ള കീഴാള ശരീരങ്ങളെല്ലാം സെക്ഷലൈസ് ചെയ്താണോ നമ്മൾ കണ്ടോണ്ടിരുന്നത്? ഒബ്സീനിറ്റിയും മൊറാലിറ്റിയും എന്നുള്ള ഈ പദങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് കാലാകാലമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 10 വർഷം മുമ്പേ നമുക്ക് ഒബ്സീനായിട്ട് തോന്നുന്ന കാര്യം ഇന്ന് നമുക്ക് തോന്നില്ല. അപ്പൊ 10 വർഷം മുമ്പത്തുള്ള മൂല്യബോധം അല്ല ഇന്ന് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഹണി റോസിന്റെ കാര്യം എടുത്താൽ നമ്മളെല്ലാം തന്നെ മുടി ചെയ്യുന്നില്ലേ? നമ്മളിൽ എത്ര പേര് ഡൈ ചെയ്യാത്തവരുണ്ട്, നമ്മളിൽ എത്ര പേര് പുരുക ഷേപ്പ് ചെയ്യാത്തവരുണ്ട്, നമ്മളിൽ എത്ര പേര് ലിപ്സ്റ്റിക് ഇടാത്തതുണ്ടായിരുന്നു, നല്ല വസ്ത്രം നമ്മൾ ധരിക്കുന്നില്ലേ? നമ്മളെല്ലാം തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടി ഐഡിയൽ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ സങ്കല്പത്തിനോട് ചേർന്ന് നിൽക്കാൻ പല പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അവളുടെ അവരുടെ ശരീരഭംഗി കുറെ കൂടെ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതിൽ എനിക്ക് യാതൊരു തെറ്റും തോന്നില്ല. ഈ സെക്ഷുവലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് കാഴ്ചക്കാരന്റെ കണ്ണിലാണ്, അല്ലെങ്കിൽ മെയിൽ ഗെയ്സിന്റെ പാർട്ടായിട്ടാണ് ഈ സെക്ഷുവലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് വെക്കുന്നത് ഒരു ബ്രാഹ്മണ്യ മൂല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പരിവർത്തിക്കുന്നത്, അതായത് സ്ലട്ട് ഷെയ്മിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ വാദങ്ങളിലാണെങ്കിലും നമ്മൾ കാണുന്നത് അതായത് വളരെ പഴഞ്ചനായിട്ടുള്ള ജീർണത ബാധിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണ്യ മൂല്യമാണ്. അതായത് ഒരു സ്ത്രീ അവളുടെ തന്നെ സെക്ഷുവാലിറ്റി, അതായത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കുറെ പുരുഷന്മാരുടെ കയ്യിൽ ഇരിക്കേണ്ട കാര്യമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അവളുടെ സെക്ഷുവാലിറ്റി അവൾ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതും അതിൽ നിന്ന് റവന്യൂ മേക്ക് ചെയ്യാൻ ഉള്ളൊരു സാധ്യത കണ്ടെത്തുന്നതും ഈ ഒരു പുരുഷ ബ്രാഹ്മണ്യ ബോധത്തിന് അതൊട്ടും ആക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോധം ഈ ഒരു ബോധം പ്രവർത്തിച്ചിട്ട് വരുന്നത്. അങ്ങനെയുള്ള സ്ത്രീയെ എനിക്ക് ദ്വയാർത്ഥ പ്രയോഗം ചെയ്യാം, അങ്ങനെയുള്ള സ്ത്രീയെ എനിക്ക് അശ്ലീല ചൊവ്വയോടെ നോക്കുകയും അങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാമെന്നുള്ള വരുന്നത്, ഇത് സ്റ്റെം ചെയ്യുന്നത് ഈ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കൽ ബോധത്തിൽ നിന്നാണ്. ഒരു സ്ത്രീക്ക് അവളുടെ സെക്ഷുവാലിറ്റിയുടെ മേൽ റൈറ്റ് ഉണ്ട്. അതിന് അത് യൂസ് ചെയ്ത് റവന്യൂ ഉണ്ടാക്കുന്ന നമുക്ക് റൈറ്റ് ഉണ്ട്. 2014 ദീപിക പടുക്കോടും ടൈംസ് ഓഫ് ഇന്ത്യയും തമ്മിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട്. അല്ല, ദീപിക പടുക്കോൾ വളരെ കൃത്യമായിട്ട് ട്വീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ദിസ് ഇസ് മൈ ക്ലീവേജ്, ഐ ഹാവ് എ റൈറ്റ് ടു ഷോ ഇറ്റ് എന്ന് പറയുകയുണ്ട്. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതൊരു നടിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സ്ത്രീകളുടെയും കാര്യത്തിൽ ഇങ്ങനെയാണ്. ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതായത് ക്ലീവേജിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇന്ന ബോഡി പാർട്സിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് വന്ന ബോധ്യം കൊളോണിയൽ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് വന്നതാണ്. അത് ഒരു സമയത്ത് ഈ ക്ലീവേജിനെ നമ്മൾ അല്ലെങ്കിൽ മറയ്ക്കാതെ നടന്നിരുന്ന എല്ലാ മനുഷ്യരെയും നമ്മൾ സെക്ഷുവലൈസ് ചെയ്ത് കണ്ടില്ലായിരുന്ന ഒരു കാലഘട്ടം ഒരു 100 വർഷം പോലും നമുക്ക് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല. ആ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പൊ ഈ ഒബ്സീനിറ്റി എന്ന് വാദിക്കുന്ന രാഹുൽ ഈശ്വർ ഒബ്സീനിറ്റിയുടെ ചരിത്രം എന്താണെന്നും അതിന്റെ ലീഗൽ അർത്ഥങ്ങൾ എങ്ങനെയാണ് മാറിയതെന്നും എങ്ങനെയാണ് ചരിത്ര കാലഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ വാട്ട് ഈസ് ഒബ്സീൻ, വാട്ട് ഈസ് മോറൽ എന്നുള്ളത് മാറി വരുന്നതെന്നും പഠിക്കണം. അദ്ദേഹം വീണ്ടും പറയുന്നത് അദ്ദേഹം നിയമവിദ്യാർത്ഥിയാണെന്നാണല്ലോ. ഈ നിയമത്തിന്റെ റൂട്ട്സ് മനസ്സിലാക്കാതെ എങ്ങനെ ഒരു നിയമവിദ്യാർത്ഥിയാകുമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ശരി ചിന്താ ജെറോം, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ബോബി ചെമ്മണ്ണൂർ പണക്കാരനാണ്, ജുവല്ലറി ബിസിനസ് നടത്തുന്നു, ഒരുപാട് കാലം ജുവല്ലറി ബിസിനസ് നടത്തി. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ മറ്റു ചില ആക്ടിവിറ്റീസ് നടത്തുന്നു, ചില സ്കീമുകളൊക്കെ ജുവല്ലറിയുടെ ഭാഗമായിട്ട് നടത്തുന്നു. ഒരു സമയത്ത് മറഡോണയെ കേരളത്തിൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ കഴിയുന്നു. മറ്റു ചില ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സോഷ്യൽ ആക്ടിവിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ചില ആക്ടിവിറ്റീസ്. പക്ഷേ പുള്ളി ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ടാണ് ഓൺലൈൻ മീഡിയയിൽ വന്ന് ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ, എൻ്റെ ജീവിതാഘോഷങ്ങൾ, എൻ്റെ ജീവിതാനന്ദങ്ങൾ ഇങ്ങനെയാണെന്ന് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് ബോബി ചെമ്മണ്ണൂരിനെ അറിയുന്ന ആളുകളല്ല ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് പിന്തുണക്കാരുണ്ട്, ബോച്ചെ ഹീറോ ആയി കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ കൃത്യമായി ഇയാൾ എന്ന് ഈ തോന്നിയാസങ്ങൾ വിളമ്പാൻ തുടങ്ങിയോ അന്ന് അദ്ദേഹത്തിനൊരു ഫാൻ ബേസ് ഉണ്ടായി തുടങ്ങി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. അതെ, അത് തന്നെയാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇത്തരം വഷളത്തരങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്താണ് വളരെ കൃത്യമായി ഒരു ബോധവൽക്കരണത്തിൻ്റെ സാധ്യതയും അതോടൊപ്പം തന്നെ നിയമം കർശനമായി നടപ്പിലാക്കുന്നത് വഴി, ഇപ്പം നിയമത്തിൻ്റെ പരിമിതി അല്ല വിഷയം, നിയമം എത്ര ധൈര്യത്തോടു കൂടി ആ നിയമം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, നിയമം എങ്ങനെ അത് സാധ്യമാക്കുന്നു, അതിനെ ആ വേദന അനുഭവിച്ച
സ്ത്രീക്കൊപ്പം ആ നിയമം വഴി ആ കുട്ടിക്ക് നമുക്ക് നീതി നൽകാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ്. അവിടെയാണ് ഗവൺമെൻറ് വളരെ ശക്തമായി ഇടപെട്ടിട്ടുള്ളത്. ഞാൻ ഹണി റോസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ കേട്ടതാണ്. അവർ പറയുന്നുണ്ട്, അവർ മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. ആ സമയത്ത് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി വളരെ വേഗത്തിൽ തന്നെ അതിനകത്തൊരു ആക്ഷൻ എടുക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആഭാസത്തരങ്ങൾ അത് സ്വീകരിക്കപ്പെടുന്നു, അതുവഴി മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, അതുവഴി അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളൊക്കെ ശരിയല്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അവർ എളുപ്പരായി അവരെ പുച്ഛത്തോടു കൂടി കാണേണ്ടതിന് പകരം ഇവരെന്തോ വലിയ സെലിബ്രിറ്റികളാണ് എന്ന നിലയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അതിന് മാറ്റമുണ്ടായേ പറ്റുള്ളൂ. കാരണം ഒരു തവണ പറയുന്നു, അത് ആവർത്തിച്ച് പറയുന്നു. എന്നിട്ട് കഴിഞ്ഞൊരു ഡിസ്കഷനിൽ രാഹുൽ ഈശ്വർ ചോദിച്ചത് അദ്ദേഹം ക്ഷമ ചോദിച്ചില്ലേ, പിന്നെ അങ്ങ് ക്ഷമിച്ചൂടായിരുന്നോ എന്നുള്ള ഒരു വളരെ രസകരമായൊരു വാദമാണ് ശ്രീ ബോബി ചെമ്മന്നൂറിന് വേണ്ടി രാഹുൽ ഈശ്വർ ചോദിച്ചത്. എങ്ങനെയാണ് ഇത്തരം ആഭാസത്തരം പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചിട്ട് ക്ഷമിക്കാത്തതാണ്? അപ്പം അവിടെ വീണ്ടും ആരെയാണ് മഴയത്ത് നിർത്തുന്നത്? സ്ത്രീയെ തന്നെയാണ്. അശ്ലീല ധ്വനിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞാണ്, ഞാൻ അതല്ല ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞാണ്. ക്ഷമ ചോദിക്കുന്നതിൽ പോലും ഉണ്ട് ഒരു അശ്ലീലത. അതാ അങ്ങേയറ്റം അരോചകമാണ്. അങ്ങേയറ്റം എന്താണ് പറയേണ്ടത്, സ്ത്രീവിരുദ്ധമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതുപോലെ അങ്ങേയറ്റം പ്രതിഷേധാർഹമായി എനിക്ക് തോന്നിയൊരു കാര്യം രാഹുൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പണം വാങ്ങിച്ച് പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതിന് അഭിലാഷ് കൃത്യമായി മറുപടി പറഞ്ഞു. പക്ഷെ അതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അവർ ഒരു പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് പോകുമ്പോൾ അതിനെ ഇത്തരത്തിലേക്ക് മോശമായ പരാമർശങ്ങൾ സഹിക്കണം, അതെല്ലാം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പം ഇപ്പൊ അറസ്റ്റിലായ വ്യക്തി ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചാനലിൽ വന്നിരുന്ന് ഇദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊന്നും നമുക്ക് ഒട്ടും അംഗീകരിക്കാനും കേട്ടിരിക്കാനും കഴിയാത്ത കാര്യങ്ങളാണ്. വീണ്ടും വീണ്ടും പരാതിക്കാരിയായിട്ടുള്ള കുട്ടിയെ അവര് വളരെ ധീരമായ നിലപാടാണ് എടുത്തത്. അവരെ ഇങ്ങനെ മോശപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം നിൽക്കുന്നു, അതും ഇതുപോലെ ഉള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നമുക്കെല്ലാവർക്കും പ്രതിഷേധവും രോഷവും ഉണ്ടാകുന്നതാണ്. ശരി, ശ്രീ ദിനു, ഇവിടെ ഇപ്പോൾ നോക്കൂ, നമ്മളൊരു 3/4 മണിക്കൂറോളം ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ തന്നെ ഒരുപാട് തവണ ഹണി റോസും ഫറാഷ് ബിലിയും സ്ത്രീ ശരീരത്തിന്റെ ഒബ്ജക്ടിഫിക്കേഷനും സെക്ഷലൈസേഷനും ഒക്കെ ചർച്ചയായി. യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ചയാവേണ്ടത് ബോബി ചെമ്മണ്ണൂർ മാത്രമാണ്. പക്ഷേ സ്റ്റിൽ അവിടെ ഈ ഒരു സംവാദത്തിന്റെ ഭാഗമായിട്ടാണ് എങ്കിലും ഹണി റോസ് കൂടി ചർച്ചയാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ നോക്കൂ, ഈ ബോബി ചെമ്മണ്ണൂർ എന്ന ബ്രാൻഡ് എങ്ങനെയാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് എന്ന് ലക്കി ഡ്രോ മുതൽ ചാരിറ്റി വരെ കൃത്യമായി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചാരിറ്റി അതിനൊരു മറയായിരുന്നു. അദ്ദേഹം മാരത്തോൺ ഓടുന്നു, അദ്ദേഹം ഈ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നു, ഒരുപാട് മനുഷ്യ സ്നേഹപരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ പിന്തുണ മനുഷ്യ സ്നേഹത്തിനാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ വിഭാഗം ആളുകളുടെ പിന്തുണ, വലിയ വിഭാഗം എന്ന് ഞാൻ പറയും, കാരണം തീരെ ചെറിയ നമ്പർ അല്ല അത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ വിരുദ്ധൻ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതിനെ സമൂഹം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ കരുതുന്നത് മനുഷ്യസ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് സ്ത്രീകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അവരുടെ അന്തസ്സിനെ ഹനിക്കാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അനുകമ്പയും മാനുഷിക മൂല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇന്ത്യാസ് ഡോട്ടർ എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നിർഭയ കേസുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിക്കകത്ത് മൈനർ ആയിട്ടുള്ള ഒരു കുറ്റവാളി ഉണ്ടെന്ന് നമുക്കറിയാം. ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നാണ് പറയുക നിയമപ്രകാരം. ആ വ്യക്തി പറയുന്നത്, ഞാൻ ആ നിർഭയ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ കാരണം അവളുടെ വസ്ത്രധാരണം കൂടിയായിരുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. എനിക്ക് പേടിയുണ്ട്, നാളെ എനിക്കുണ്ടാവാൻ പോകുന്ന ഒരു കുഞ്ഞൊരു പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആ സമൂഹം പറയുന്ന വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ഒരു സമൂഹം നാളെ വളർന്നു വരും എന്നുള്ള പേടി എനിക്ക് കൃത്യമായിട്ടുണ്ട്. ഇത്തരം ആളുകൾ ഒരു പക്ഷേ ആ കുറ്റവാളിയായിട്ടുള്ള കുഞ്ഞ്
ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അത്തരം ഒരു ബോധം കൊടുത്തത് രാഹുൽ ഈശ്വർ അടങ്ങുന്ന മുതിർന്നവരുടെ ഒരു സമൂഹമാണെന്നുള്ളതാണ്. 2, സ്ത്രീകളുടെ വാദങ്ങൾക്ക് ഇവർ എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഫറ എന്ന സ്ത്രീ ആയതുകൊണ്ട് അവരുടെ വാദം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവർ എന്തിനാണ് ഇത് പറയുന്നതെന്ന് അറിയോ? ഇനി രാഹുൽ ഈശ്വർ പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും പുരുഷന്മാർ, സൈബർ തൊഴിലാളികൾ വന്നുകൊണ്ട്, സൈബർ അതിക്രമികൾ വന്നുകൊണ്ട് ഹണി റോസിന്റെ വസ്ത്രം പെർവേർട്ടഡ് ആണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ BNS 7514 പ്രകാരവും 79 പ്രകാരവും നിങ്ങൾ അകത്താവാൻ വേണ്ടി പോവുകയാണ്. ആ അകത്താവുന്നത് പേടിച്ചിട്ടാണ് ഫറ എന്ന പേരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രാഹുൽ ഈശ്വറിന് ഊർജ്ജം ഉൾക്കൊണ്ട് വല്ല പുരുഷ സൈബർ അതിക്രമകാരികളും ഇതുപോലെ പണിയെടുത്തു കഴിഞ്ഞാൽ, ഹണി റോസ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും ബോച്ചയ്ക്കൊപ്പം ബോച്ചെ ടീയും കൊടുത്ത് ജയിലിനകത്ത് കിടക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവർ പറയുന്ന ഒരു കാര്യം സദാചാര മൂല്യങ്ങളുടെ കാര്യമാണ്. എന്ത് സദാചാര മൂല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്? മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പണിയ നൃത്തം, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മാറ് വരെ മാത്രം സൈഡിൽ മറച്ചുകൊണ്ടും ഡ്രസ്സ് ഇല്ലാത്ത കാലത്ത് അത് ഇടാതെയും ഒക്കെ സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. ആദിവാസി സമൂഹത്തിൽ ഏതെങ്കിലും പുരുഷന്മാർ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ വളരെ കൃത്യമായി ബ്രാഹ്മണിക മൂല്യം പേറുന്ന, വിക്ടോറിയൻ മൊറാലിറ്റി പേറുന്ന പുരുഷന്മാരാണ് ഇത് പറയുന്നത്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമ ചോദിച്ചാൽ അത് അവസാനിപ്പിച്ചൂടെ എന്നാണ്. മീറ്റു കേസുകൾ പോകുന്ന സമയത്ത് ഇവർ പറയും പോലീസ് സ്റ്റേഷനിൽ പോയി ക്രിമിനൽ വഴിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കും. സ്ത്രീകൾ പരാതിയുമായി സ്റ്റേഷനിൽ പോയാൽ എന്ത് പറയും? നിങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഒതുക്കിക്കൂടെ എന്ന് ചോദിക്കും. അപ്പൊ ഇത് വളരെ കൃത്യമായിക്കൊണ്ട് അതിക്രമം നടത്തിയ ആളുകളെ തലോടാനുള്ള ശ്രമമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഇനി ഹണി റോസിന്റെ ഇറങ്ങാൻ പോകുന്ന ഒരു ചലച്ചിത്രം കൂടെ ഉണ്ട്, റേച്ചൽ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമ ഇറച്ചിക്കൊമ്പ് എന്ന് പറയുന്ന രാഹുൽ മണപ്പാട്ട് അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കൾ എഴുതിയിട്ടുള്ള ഒരു കഥയുടെ ആവിഷ്കാരമാണ്. റേച്ചൽ അതിലൊരു ഇറച്ചി വെട്ടുകാരിയായിട്ടാണ്. ഒരുപക്ഷെ ഇറച്ചിക്കൊമ്പുകൾ മാത്രം മനസ്സിൽ പേറി നടക്കുന്ന, സ്ത്രീകളെ മാംസം മാത്രമായി കണക്കാക്കുന്ന മനുഷ്യന്മാരുടെ ഇറച്ചിക്കൊമ്പുകൾ വെട്ടുന്ന കഥാപാത്രമായാണ് റേച്ചൽ അതിൽ വരുന്നത്. അതേ റേച്ചലായി തന്നെയാണ് നിയമവ്യവസ്ഥയുമായി ചേർന്ന് നിന്ന് ഹണി റോസ് ഇന്ന് നിൽക്കുന്നത്. അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും, ഒരു കാരണവശാലും അവർ തെറ്റല്ല. ആർട്ടിക്കിൾ 19(1) പറയുന്ന മൗലികമായിട്ടുള്ള അവരുടെ അവകാശം മാത്രമേ അവർ വിനിയോഗിച്ചിട്ടുള്ളൂ. അവർക്കൊപ്പം തന്നെയാണ് എന്ന് ഉറച്ചു പറയാൻ ഈ വേദി. തീർച്ചയായും സുധീരവും സുശക്തവുമായ നിലപാടാണ് ഹണി റോസ് എടുത്തത്. അവരുടെ നിശ്ചയദാർഢ്യം തീർച്ചയായും ശ്ലാഘിക്കപ്പെടേണ്ടതുമാണ്. ഇവിടെ ശ്രീമതി വീണ, ഇപ്പോൾ ദിനു 2012 നിർഭയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അന്ന് ഞാൻ ഇന്ത്യ വിഷൻ ചാനലിൽ വോട്ട് ആൻഡ് ടോക്ക് എന്ന പരിപാടി ആങ്കർ ചെയ്യുന്ന സമയമാണ്. അതിൽ ജനങ്ങൾക്കും അവരുടെ അഭിപ്രായം അതിൽ അറിയിക്കാം. ഈ പെൺകുട്ടി അതിഭീകരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായി മരണം കാത്ത് കിടക്കുന്ന സമയത്ത് നടത്തിയ ഒരു ചർച്ച, ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൊല്ലത്ത് നിന്നൊരു ഫോൺ വന്നു. സംസാരിച്ച ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. ആ വനിത ആ ഷോയിൽ പറഞ്ഞ അഭിപ്രായം, രാത്രി സമയത്ത് ഒരു ചെക്കൻ്റെ കൂടെ സിനിമയ്ക്ക് പോയതുകൊണ്ടല്ലേ അവൾക്കിത് വരണം. ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ഒരു സ്ത്രീ. അപ്പോൾ ഈ പറഞ്ഞ പാട്രിയാർക്കൽ മൂല്യബോധം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ മാത്രം മൂല്യബോധമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളിലും പലരും. ഇപ്പോൾ ഹണി റോസിന്റെ വസ്ത്രമാണ് പ്രശ്നം, അയാൾ ഇനി അങ്ങനെ വസ്ത്രമിട്ട ഒരാളെ കണ്ടിട്ട് ഇത് പറഞ്ഞതാണോ കുഴപ്പം എന്നും ചിന്തിക്കുന്നവരുണ്ടാവും. ഒരു പക്ഷേ കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് അതിന് പതുക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ സമൂഹം ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ, ഈ പറയുന്ന സങ്കല്പനങ്ങളിൽ കുറെ കൂടി തുറന്നതാകണം, അതിന് അത്തരത്തിലുള്ള ഒരു പരിവർത്തനത്തിന് വിധേയമാകണം എന്നുള്ള അടിസ്ഥാനപരമായ വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ 2025-ലും പാട്രിയാർക്കൽ മൂല്യബോധത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ, അല്ലെങ്കിൽ അതിനെ ക്യാരി ചെയ്യുന്നത്, അടുത്ത ജനറേഷൻസിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സ്ത്രീ ആയിരുന്നു കൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ തന്നെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പം നമുക്ക് എന്താണോ പറയാനുള്ളത് എക്സ്പ്രസ്, ഇതെല്ലാം നമുക്ക് റൈറ്റ്, ലിബർട്ടി ആയിട്ട് ഭരണഘടന തന്നെ തരുമ്പോൾ പെണ്ണായതുകൊണ്ട് അത് പറയാൻ പാടില്ല, ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മൂല്യബോധം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിലേക്ക് പോലും പകർന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ 25-ലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം പ്രവണതകൾ സ്വാഭാവികമായിട്ടും ഒരു എഞ്ചിനീയറിംഗിലൂടെ ക്രമേണ അത് തിരുത്തപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഏറ്റവും അധികം ഇന്ന് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. ന്യൂസ് കേൾക്കാനാണെങ്കിൽ പോലും ഓൺലൈൻ നവമാധ്യമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ റീത്ത് കൊണ്ടുവയ്ക്കാൻ പോകുന്ന ചിത്രം മുതൽ
അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു ഷോപ്പ് ഇനോഗ്രേഷൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും എന്താണ് ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിളിൽ ചെന്ന് നിന്നുകൊണ്ട് ക്യാമറ പിടിച്ചുകൊണ്ട് ഷോർട്സ് എടുത്ത് അത് തങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഒരു നവമാധ്യമ സംസ്കാരം നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ വിചാരിക്കുന്നു വലിയൊരു പരിധിവരെ ഹണി റോസിനെ പോലുള്ളവർ ആ സംസ്കാരത്തിൻ്റെ ഇരകൾ കൂടിയാണ്. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ സ്ത്രീ ശരീരത്തെ ഈ തരത്തിൽ ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിൾ ഇപ്പം മാന്യമായിട്ട് ഒരു സ്ത്രീ സാരി ധരിച്ച് പോകുന്ന സ്ത്രീയെ പോലും പ്രത്യേക ചില ആംഗിളുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ നമുക്ക് അതിനെ എന്താണ് റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് അല്ലേ? വിവാഹം പോലെയുള്ള പൊതുചടങ്ങുകളിൽ പോലും ഈ പറഞ്ഞ സെലിബ്രിറ്റികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തന്നല്ല ഞാൻ പറയുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം എസ്തർ അനിൽ ഒരു ഓൺലൈൻ ചാനലിനെ കുറിച്ച് അവരുടെ ക്യാമറ ആംഗിളിനെ കുറിച്ച് പരാതി പറഞ്ഞു. അതുപോലെ തന്നെ അനശ്വര ഈ ഹൈ ആംഗിൾ ഷോട്ട് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ സെലിബ്രിറ്റികളായ അഭിനേതാക്കളായ അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തിക്കുന്ന മോഡലുകളായ ആളുകൾക്ക് സാധാരണ എല്ലാവരും പങ്കെടുക്കുന്ന ചടങ്ങിൽ പോലും ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ കഴിയുന്നില്ല. ക്യാമറ ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെന്നുള്ള അവസ്ഥയുണ്ട്. അല്ല, സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല, ഒരല്പം അധികം മേക്കപ്പ് ചെയ്ത് പോകുന്ന ഒരു സാധാരണ സ്ത്രീയാണെങ്കിലും ആ സാധാരണ സ്ത്രീയുടെ പോലും ഓക്വേർഡ് ആംഗിളിലുള്ള ഷോർട്സ് എടുത്ത് വേണമെങ്കിൽ അതിനെ എന്താണ് അവർ ഒരല്പം എന്താണ് അവർ അല്പം പ്രശസ്തി ഇഷ്ടപ്പെടുന്ന ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അവർക്ക് അറിയണം എന്ന് പോലും ഇല്ല. അങ്ങനെ പ്രസിദ്ധരാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ എത്രയോ കേട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ഓൺലൈൻ മാധ്യമ രംഗത്തെ റെഗുലേറ്റ് ചെയ്യാൻ ഇവിടെ ആരാണുള്ളത്? ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, അതായത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള വയലൻസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ആ സിനിമ എല്ലാവരും ഏറ്റെടുത്താണ്. അതിനെക്കുറിച്ച് എന്താണ് വിരുദ്ധാഭിപ്രായം പറയില്ല. പക്ഷെ വയലൻസ് ഏറ്റവും എക്സ്ട്രീം ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമ. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച ആളുകൾ വന്നിരുന്ന് പറയുകയാണ്, സെൻസർ ബോർഡ് കട്ട് ചെയ്ത ഷോർട്സ് കൂടി ചേർത്തുകൊണ്ട് ഞങ്ങൾ അത് OTT-യിൽ ഇറക്കുമെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ നമുക്കൊരു സിസ്റ്റം ആവശ്യമില്ലേ എന്നുള്ളത് നമ്മൾ ചോദിക്കണം. ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്കൊരു ഇടവേള കൂടി അത്യാവശ്യമാണ്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീമതി മാളവിക ബിന്നി, ഇപ്പോൾ ബോച്ചയ്ക്ക് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ ജാമ്യം കിട്ടിയേക്കാം. ഇപ്പോൾ തന്നെ ബോച്ചയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് നവമാധ്യമ കൂട്ടായ്മകൾ രൂപം കൊണ്ടു കഴിഞ്ഞു. അദ്ദേഹവുമായി വന്ന വാഹനം വരുമ്പോൾ തന്നെ കൈവീശി കാണിക്കുന്ന ആളുകളെ തിരിച്ച് കൈവീശി കാണിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരിന് എൻ്റെ ജയിൽ അനുഭവങ്ങൾ, ജയിലിൽ ഞാൻ അങ്ങനെ ചെയ്തു, എൻ്റെ ഹീറോയിസം ഇതായിരുന്നു എന്ന് പറയുന്ന നാളെ ഒരു നവമാധ്യമ വീഡിയോ ഇറക്കാനുള്ള ഒരു കണ്ടന്റ് കിട്ടിയെന്ന് തോന്നുന്നു. അതിനുള്ള എല്ലാ സ്കോപ്പും ഞാൻ കാണുന്നുണ്ട്. ഇതിനെ ഒരു വീരപുരുഷ പരിവേഷത്തിൽ മാറ്റിയെടുത്തുകൊണ്ട് ഇതിനെ ആഘോഷിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇത് എനിക്ക് ഏകദേശം ഉറപ്പാണ്. നേരത്തെ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ച അതേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് ബസ്സിൽ അശ്ലീലം കാണിച്ച വ്യക്തിക്ക് എന്താണ് ഹാരമിട്ട് സ്വീകരിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് ബോച്ചയും അതേപോലെ തന്നെ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്താണ് സംശയം ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു ഡിസ്കണക്ട് ഫീൽ ചെയ്യുന്ന ഏത് ഗ്രൂപ്പാണ് ഇങ്ങനെയുള്ള വഷളന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെർവേർട്സിനെ, അവരെ പെർവേർട്സിനും തന്നെയാണ് വിളിക്കേണ്ടത്. ഏത് ഗ്രൂപ്പാണ് ഇവരെ പ്രകീർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒരു ഡിസ്കണക്റ്റ് ഉള്ള, ഇപ്പൊ സാമൂഹിക മാറ്റങ്ങൾ സംഭവിക്കുകയാണ്, ഒരുപാട് പ്രോഗ്രസീവ്നെസ് നമ്മുടെ ചിന്തകളിലേക്കും നമ്മുടെ സൊസൈറ്റിയിലേക്കും ഒക്കെ വരികയാണ്. അപ്പൊ അതിനോട് യോജിച്ച് നിൽക്കാൻ പറ്റാത്ത ഒരു പറ്റം മനുഷ്യരാണ് പലപ്പോഴും അവർ ചരിത്രം വിസ്മൃതിയിലാക്കുമെന്ന് മാത്രമല്ല, അവരെല്ലാം പെർവേർട്സ് ആയിട്ട് തന്നെ മനുഷ്യന്മാർ കാണുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നത് ബോച്ചയെ അനുകൂലിച്ച് കമന്റ് ഇടുന്ന ഓരോ മനുഷ്യരും റേപ്പ് അനുകൂലികൾ തന്നെയാണ്, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ തന്നെയാണെന്ന് 100% വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മളിപ്പോൾ ഇപ്പൊ വർഷങ്ങളായിട്ട് ഫെമിനിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, റേപ്പ് പിറമിഡ് എന്ന് പറയുന്ന കാര്യം തുടങ്ങുന്നത് ഈവ് ടീസിങ്ങിലൂടെയാണ്, അശ്ലീല ചൊവ്വയുള്ള കമന്റുകൾ വഴിയാണ്, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വഴിയാണ്. ഇതൊരു വഴി തുറക്കണം. ഇതൊരു എന്താണ്, ഒരു ഗേറ്റ് വേ ഡ്രഗ് പോലെയാണ്. ഇത് തുറന്നിടുന്ന മാർഗമാണ് അവസാനം റേപ്പിൽ ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഓരോ അശ്ലീല കമന്റ് ഇടുന്നവരും അതുപോലെ തന്നെ അതിനെ പ്രകീർത്തിക്കുന്നവരും അങ്ങനെ ആ പെർവേർഷിപ്പിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതിന് എംബ്ലമാറ്റിക് ആയിട്ട് നിൽക്കുന്ന ബോച്ചയെ പോലെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന, അത് ഈ പാനൽ ഡിസ്കസന്റ് ആണെങ്കിലും ശരി, ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റ് ഇടുന്നവരാണെങ്കിലും ശരി,
ഇവരെ എല്ലാവരെയും നമ്മൾ സൂക്ഷിച്ച് ഇവരുടെ ഒരു രജിസ്റ്റർ കേരള പോലീസ് കീപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു ഒഫൻഡേഴ്സിന്റെ ലിസ്റ്റ് ആയിട്ട് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിത് ഡയൽ ബാക്ക് ചെയ്യേണ്ടത് ഹണി റോസിലേക്ക് തന്നെയാണ്. കാരണം ഇതൊരു സ്ത്രീയുടെ പോരാട്ടം ആണ്. അവളുടെ അതിജീവനത്തിന്റെ 2 വർഷത്തോളം അവൾ സ്റ്റോക്ക്ഡ് ആയതിന്റെ അവർ ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് അനുഭവിച്ച ട്രോമയ്ക്ക് എതിരെ ഉള്ള ഒരു പോരാട്ടമാണ്. അതൊരു സോഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. അതിന് കാണിച്ച ധീരതയോടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതിന് പകരമായിട്ട് മറ്റൊരു സ്ത്രീയുടെ പേര് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും പേട്രിയാർക്കി യൂസ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഒരു സ്ത്രീക്കെതിരെ മറ്റ് സ്ത്രീ പറഞ്ഞ എന്തെങ്കിലും യൂസ് ചെയ്യുക. ചിലപ്പോൾ ഒരു 10 പുരുഷന്മാരുണ്ടായിരിക്കും അതേ പറയുന്നത്, ഒരു സ്ത്രീയെ കാണുള്ളൂ. എന്നാൽ ഫോക്കസ് എപ്പോഴും ആ സ്ത്രീയിലേക്ക് കൊണ്ടുവരികയും ആ സ്ത്രീയെ മറ്റൊരു ചെത്തായി കൂട്ടത്തിന് വലിച്ചിട്ട് കൊടുക്കുകയുമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. ആ പ്രവണതയിൽ നിന്ന് നമ്മൾ മാറി നിന്നേ മതിയാകുള്ളൂ. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ഈ നടിയുടെ നമ്മൾ രാഹുൽ ഈശ്വർ വായിച്ചു കേൾപ്പിച്ച ആ നടിയുടെ പ്രൊഫൈലിൽ ഇനി പോയി ചീത്ത വിളിക്കുന്ന ഒരുപാട് പേരെ കാണും. അപ്പൊ 2 സ്ഥലത്തും നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധത തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സ്ത്രീക്കെതിരെ സ്ത്രീ എന്നുള്ള ഒരു ലോജിക്കിൽ നിന്ന് തന്നെ നമ്മൾ മാറി നിൽക്കേണ്ട വലിയ തീർച്ചയായും എന്തായാലും ഹണി റോസ് എന്ന അഭിനേത്രി നടത്തിയ ഒരു വലിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അത് സമൂഹത്തിലൊരു മാറ്റമുണ്ടാവുന്ന വിധത്തിൽ ശക്തമായ സർക്കാർ നടപടികളിലൂടെ മാറ്റമുണ്ടാവുന്നതിൽ പരിണമിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വളരെ നന്ദി. ഈ പാനലിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.